ഹായ് ഗായ്സ്, വെൽക്കം ടു ഫിറ്റ് ആൻഡ് ഫ്ലൈ ഡയറീസ്. ഇപ്പോൾ നമ്മളിന്ന് ഫ്ലൈയിങ് ഒന്നുമല്ല, പക്ഷെ ഒരു കുഞ്ഞു ട്രാവലിംഗ് ആണ്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറേ കാലമായിട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമായിരുന്നു. ഇവിടെ ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ളവർക്ക് അറിയുണ്ടാവും, ലീവ വില്ലേജ്, ലീവ ഫെസ്റ്റിവൽ എന്ന് പറയും. അതായത് ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു മോട്ടോർ ഫെസ്റ്റ് ആണ്. അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബേസിക്കലി അതൊരു സൗദി ക്ലോസർ ആണ്. അബുദാബിയിൽ നിന്ന് ഒരു 2 hours 36 minutes ട്രാവലിംഗ് ഉണ്ട് കാറിന്, ഓൾമോസ്റ്റ് 250 kilometers. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന് ലേറ്റ് ആണ്. നമ്മളൊരു 1 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു സമയമായി, 3 o'clock ആയി. ഇനി അവിടെ എത്തുമ്പോൾ എത്ര സമയമാണെന്ന് അറിയില്ല, നോക്കാം. ലെറ്റ്സ് സീ, കീപ് വാച്ചിങ് ഗൈസ്. നമ്മളങ്ങനെ ഇന്നത്തെ യാത്ര ലീവ വില്ലേജിലോട്ടാണ്, മൊറീബ് ഡ്യൂൺ. അതായത് അബുദാബിയിൽ നിന്നൊരു 247 kilometers ഉണ്ട്. ഇതൊരു 2 hours 36 minutes ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 o'clock ആണ്. ലെറ്റ്സ് സീ, ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തണ്ടാവും, നോക്കാം. ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലീവ ഡ്യൂൺ ബാഷിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. ശരിക്കും പറഞ്ഞാൽ ലീവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എന്നാണ് അതവർ പറയുന്നത്. ആക്ച്വലി ഇതൊരു 2004 സ്റ്റാർട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഒരു മിഡോട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവരതൊരു ഏർലി ജനുവരി, സോ ഒരു 2026 ഇയേഴ്സിലെ ഡേറ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ Jan 3 അത് ലാസ്റ്റ് ഡേ. അപ്പോൾ ഇപ്പം തന്നെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളുണ്ടു. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ആണ്. ഞാൻ പറഞ്ഞ പോലെ 2004 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 22 വർഷമായിട്ട് അത് അവർ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം അത് മൊറീബ് ഡ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ഇവരിത് ജസ്റ്റ് ഒരു ഫൺ ആക്ടിവിറ്റി പോലെ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ അത് പക്ഷേ ഭയങ്കര ഒരു കോമ്പറ്റേറ്റീവ് ഇവൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വണ്ടിപ്രാന്തന്മാരും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇതിന് ഭയങ്കര ട്രാഫിക് ഉള്ളതുകൊണ്ട് പോലീസ് കൺട്രോളും ചെക്കിങ്ങും ഒക്കെ നന്നായിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് ഓൾ യുവർ പേപ്പേഴ്സ് ആർ വാലിഡ് ബിഫോർ യു ആർ ഗോയിങ് ദെയർ. ഞാൻ ആക്ച്വലി ഷാർജയിൽ നിന്നാണ് ലിനിനെ പിക്ക് ചെയ്യാൻ വന്നത് അബുദാബിയിലോട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഡ്രൈവിംഗ് ഡ്യൂട്ടി മുഴുവൻ ലിനിനാണ്. താങ്ക്സ് ടു യു ലിൻ. പിന്നെ അങ്ങോട്ടുള്ള യാത്ര നല്ല സീനിക്കാണ്. നിങ്ങൾക്ക് നല്ല ഡെസേർട്ടും കാര്യങ്ങളും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ലോസർ ടു സൗദി അറേബ്യ ആണ്, അതുകൊണ്ട് കുറച്ച് ഗ്രീനറി ഒക്കെ ഉണ്ട്. പിന്നെ വിൻ്ററും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ പോകുന്നൊരു സമയം. പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്തോളൂ, അതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു റെഡ്യൂസ് ദ ട്രാഫിക്. ഇപ്പോൾ അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലീവയുടെ ഒരു മൊത്തം ഫെസ്റ്റീവ് മൂഡാണ് ആ ഒരു മൊത്തം ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു വൈബ് നമ്മൾ കറക്റ്റ് അവിടെ ചെല്ലുമ്പോൾ നമുക്കത് ഫീൽ ആവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ട്രാഫിക്, നമ്മൾ ഇങ്ങോട്ട് എത്തി ഓൾമോസ്റ്റ് ഒരു 5:30 ആയപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റും ഡ്രോപ്പ് ആവും ആ ഒരു സമയമാകുമ്പോഴേക്കും. അപ്പോൾ തണുപ്പൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സോ ആരെങ്കിലും ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, രാവിലെ തന്നെ പോകുന്നുള്ളൂ. ഇപ്പോൾ ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതുകൊണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കുറേ ആൾക്കാർ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഡെസേർട്ട് ആ ഒരു സൺലൈറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തി. എനിക്ക് തോന്നുന്നു ഒരു 15 minutes എവേ ആണെന്ന് തോന്നുന്നു, അത്ര സമയമുള്ളൂ ഇവിടുന്ന്. പിന്നെ കുഞ്ഞു കുഞ്ഞു കഫേകളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്, അതുകൊണ്ട് അതും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം, ഓൾമോസ്റ്റ് ഒരു 3 hours യാത്രയ്ക്ക് ശേഷം നമ്മൾ 5:36 ആയപ്പോഴാണ് അവിടെ എത്തിയത്. നല്ല ഇരുട്ടായിട്ടുണ്ട്, വിൻ്റർ ആയതുകൊണ്ട് പറയാമല്ലോ, രാത്രി നേരത്തെ തുടങ്ങും. പക്ഷെ ശരിക്കും അത്രയും ഡെസേർട്ടൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു ഡെസേർട്ടിൽ, എനിക്കറിയില്ല അത് എത്ര ഏക്കർ ഉണ്ടെന്ന് പറയാൻ, പക്ഷേ അത്രയും വലിയൊരു ഡെസേർട്ടിൽ അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ആ ഒരു വൈബ് ശരിക്കും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേണം. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് രാത്രി, അപ്പോൾ അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്യൂൺ ബാഷിങ്ങിൻ്റെ ആ സ്ഥലത്തോട്ട് എത്തി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത്.
ആ ഒരു ടൈം. ഇവിടെയാണ് ശരിക്കും അവർ പറയുന്നത് മൊറീൻ ഡ്യൂണാണ് ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഡ്യൂൺ എന്ന്. അപ്പോൾ ഒത്തിരി വണ്ടികൾ ഞാൻ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ജസ്റ്റ് ഹാവ് ഫൺ ഗൈസ്, ഇറ്റ്സ് എ റിയൽ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഡ്യൂൺ ബാഷിങ് മാത്രമല്ല, ഇപ്പോൾ ഫുഡ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലീവ വാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ലീവ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഫുഡ് കോർട്ട്സ് ഉണ്ട്, ഫുഡ് ട്രക്സ് ഉണ്ട്. അവിടെ പിന്നെ നിന്നപ്പോഴാണ് നമ്മൾ കാർ ഡ്യൂൺ ബാഷിങ് അല്ല, നമ്മൾ കാർ ഡ്രിഫ്റ്റിംഗ് കണ്ടത്. ഇതൊരു മസ്റ്റാങ് ആണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടിക്കറ്റും ഉണ്ട്, നമുക്ക് പബ്ലിക്കായിട്ടും വാച്ച് ചെയ്യാം. ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 75 dirhams എങ്ങാണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ഫ്രീ ആയിട്ടും വാച്ച് ചെയ്യാം. സോ ദിസ് ഓൾസോ യു എൻജോയ് ഗൈസ്. അങ്ങനെ പിന്നെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ വില്ലേജ് അട്രാക്ഷനിലോട്ടാണ് വന്നത്. ഇപ്പോൾ യു എയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, നമുക്ക് ദുബായിൽ ഗ്ലോബൽ വില്ലേജ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെയാണ് എനിക്ക് ലിവ വില്ലേജ് കണ്ടപ്പോൾ തോന്നിയത്. ഇവിടെ പക്ഷേ നമുക്ക് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. എൻട്രൻസ് ഫീ 25 dirhams ആണ്. അപ്പോൾ അത് നമുക്ക് പ്ലാറ്റിനം ലിസ്റ്റ് എന്നുള്ള ടിക്കറ്റിംഗ് സൈറ്റിൽ നമുക്ക് നേരിട്ട് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുക, ഇവിടെ വന്ന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓൺലൈനായിട്ട് എടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ ഓൺലൈൻ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വരി നിൽക്കേണ്ട ആവശ്യം വന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രൻസ് കിട്ടി. പക്ഷേ നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ഷോ ആണ്. പിന്നെ അതിന് ഉള്ളിൽ നമ്മൾ പോയപ്പോൾ നമുക്ക് നോർമൽ കാണുന്ന എല്ലാ
ഫെസ്റ്റിവൽ വില്ലേജിലും കാണുന്ന പോലെ തന്നെ കുറേ ഫുഡ് ട്രക്സ് ഉണ്ട്, ജയൻറ്റ് വീൽ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഈവനിങ് സ്ട്രോള് പോലെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. അവിടെ പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള കോമ്പറ്റീഷൻസും ഡക്ക് പിക്കിങ്ങും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് വി മൂവ്ഡ് ഓൺ. ഇതാണ് ഞാൻ പിന്നെ പറഞ്ഞ ഫുഡ് ഏരിയ. ഇവിടെ ഒത്തിരി ഫുഡ് ട്രക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫുഡാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇവിടെ വന്ന് കഴിക്കാം. മോസ്റ്റ്ലി കഫേസാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓവർ നൈറ്റ് സ്റ്റേയും ഉണ്ട്. പക്ഷേ സ്റ്റേ നമ്മൾ മുൻകൂട്ടി അവരുടെ ആപ്പ് വഴി ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ ടെൻറ്റായിരുന്നു. അതൊരു 150 ദിർഹമാണ് ഒരു ഡേക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ടെൻസിൻ്റെ ഏരിയ. ഇത് മോർണിംഗ് വ്യൂ ആണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഫെസിലിറ്റി ഒന്നുമില്ല. പില്ലോ, ബ്ലാങ്കറ്റ് അതൊക്കെ നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. ഓൺലി പ്രൊവൈഡഡ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വാഷ്റൂംസ് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങൾ ആക്ച്വലി സൈറ്റ് നോക്കിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 10 o'clock നൈറ്റിൽ ഡ്യൂൺ ബാഷിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തും എന്നാണ്. പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രിയും പകലും നിർത്താതെ ഈ ഡ്യൂൺ ബാഷിങ്ങിനായിരുന്നു. അത് പിന്നെ പറയാമല്ലോ, വണ്ടി ഭ്രാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദേ കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ദ അഡ്രീനൽ റഷ് വെൻ ദേ ഡൂ ദാറ്റ്, ഇറ്റ്സ് അമേസിങ്. പക്ഷേ മോർണിംഗ് വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു സംശയമുണ്ട് പെട്രോൾ പമ്പ്സൊക്കെ ഇവിടെ ഉണ്ടോ. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് അവർ വരുന്ന സ്ഥലങ്ങൾ തന്നെ വലിയ ക്യൂ ഒക്കെ ഇട്ടിട്ട് പെട്രോൾ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അതിൻ്റെ ആവശ്യമില്ല. അവർ മൊറീബ് ഡ്യൂണിൻ്റെ സെൻട്രലിൽ തന്നെ അവർ അഡ്നോക്കിൻ്റെ 4 or 5 സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ അവിടെ ക്യൂ നിന്ന് സമയം കളയണ്ട, ഇങ്ങോട്ട് നേരിട്ട് പോന്നോ. ഇവിടുന്ന് നിങ്ങൾക്ക് പെട്രോൾ അടിക്കാവുന്നതാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് രാവിലെ ഒരു 9 o'clock തിരിച്ചു പോന്നു നേരെ അബുദാബിയിലോട്ട്. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ രാത്രി കണ്ട കഫേസൊക്കെ രാവിലെ ഓപ്പണിംഗ് ആയിരിക്കുമോ, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുമെന്ന്. പക്ഷേ അതിൻ്റെ കാര്യം പേടിക്കേണ്ട ഗൈസ്. നമ്മൾ കണ്ട കഫേസൊക്കെ മോർണിംഗും ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കഫേ അല്ലെങ്കിൽ ഒരു കുസീൻ പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. നമ്മളൊരു സിറിയൻ കുസീനാണ് കഴിച്ചത്. അഗെയിൻ ഇറ്റ്സ് ഓൾ ഫുഡ് ട്രക്സ്, സോ ഡോണ്ട് എക്സ്പെക്റ്റ് എ ഫൈൻ ഡൈനിങ്. പക്ഷെ നല്ല ഫുഡായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. ചപ്പാത്തിയും ഓംലെറ്റും പൊറോട്ടയും ഓംലെറ്റും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ലൈൻ ഫുൾ ഓഫ് ഫുഡ് ട്രക്സ് ആണ്. സോ യു ക്യാൻ കം ഹിയർ, ഡു യുവർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഹാപ്പിലി ഡ്രൈവ് ബാക്ക് ടു wherever you are coming from, ഷാർജ, ദുബായ്, അബുദാബി. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ യു മസ്റ്റ് go experience it and subscribe and like, comment and let us know your experience.